ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ്. ഈ ജനറൽ റീഡിങ്ങിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് കാണിക്കുന്നില്ല. ഓക്കെ, കാർഡ്സ് ചെയ്യാൻ കുറച്ച് ചിലതൊക്കെ മറക്കേണ്ടി വരും. ഇതിൽ ഡെക്കിൽ ചില പിക്ചേഴ്സ് കാണിക്കാൻ പാടില്ല. ഓക്കെ, സോ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് നോക്കാം. ഈ വരുന്ന അടുത്ത കുറച്ച് മാസങ്ങൾ എന്നെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ജനുവരി ആയതുകൊണ്ട് നമുക്കൊരു 6 months പിടിക്കാം, ഒരു ജൂൺ വരെ. ഓക്കെ, നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക. ഇതിൽ ഒരുപാട് ഡീറ്റെയിലിൽ പോവില്ല. ഓക്കെ, എന്തെങ്കിലും മേജറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യം, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 3 പൈൽ വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഫസ്റ്റ് പൈൽ ഈ എന്താണെന്ന് പറയാം, മറന്നുപോയി. ഓക്കെ, ഫസ്റ്റ് പൈൽ പിങ്ക് കളർ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫിഡ്ജറ്റ് സ്പിന്നർ. ഓക്കെ, സോ ഫിഡ്ജറ്റ് സ്പിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പൈൽ യെല്ലോ കളർ സ്പിന്നർ. ഓക്കെ, ആൻഡ് തേർഡ് പൈൽ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ പൈൽ 1 പിങ്ക്, സെക്കൻഡ് പൈൽ യെല്ലോ, തേർഡ് പൈൽ ബ്ലാക്ക്. ഓക്കെ, നിങ്ങൾക്ക് കളേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിസൈൻ വെച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ 3 പൈൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് ഈ അടുത്ത ഒരു 6 months എന്ന രീതിക്ക്. ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, 2 3 ഞാൻ മറന്നു. ഓക്കെ, സോ പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് 6 months എന്താണ് വരാൻ പോകുന്നത് നോക്കാം. റിലേഷൻഷിപ്പും ആവാം, ഓക്കെ, ജനറലും ആവാം, എന്തും ആവാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ക്വീൻ ഓഫ് പെന്റക്കിൾസ്, 7 of wands ആൻഡ് പേജ് ഓഫ് wands. ഓക്കെ, സോ നിങ്ങൾക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്തതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ലോണം അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന രീതിക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് അതിനെല്ലാം ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് wands പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും, പുതിയ ജോബ്. ഓക്കെ, മേ ബി ന്യൂ ജോബ്, ന്യൂ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തും ആവാം. സോ ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതി കാണുന്നത്. നിങ്ങൾക്കൊരു മേ ബി ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലൈഫിൽ എന്താ വേണ്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തോട്ട്, ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇവിടെ ഓവറോൾ എനിക്കൊരു അബണ്ടൻസ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി നിങ്ങൾ വെൽ ഓഫ്, ഒരു ഫൈനാൻഷ്യലി നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും. നിങ്ങളിടുന്ന എഫേർട്ട് എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾക്ക് അതിന് ഒരു റിസൾട്ട് വരുന്നതായിട്ട് നിങ്ങളോട്. പക്ഷേ ഒരു അഡ്വൈസ് ആയിട്ടും എടുക്കാൻ നമുക്ക് ഈ കാർഡ് എന്നിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഗിവ് അപ്പ് ചെയ്യേണ്ട. എതിർപ്പുകളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, പക്ഷേ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്ന രീതിക്കാണ് ഒരു ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എനിക്ക് മേ ബി ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ജോബ് ഓഫർ ആയിരിക്കാം, പുതിയ റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ആയിരിക്കാം. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ ചാൻസസ്. വേറെന്താ ഉള്ളത്? അഗെയിൻ ക്വീൻ ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, 6 of pentacles ആൻഡ് 5 of swords. ഓക്കെ, ആൻഡ് 10 of. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഫാമിലിയുമായിട്ടായിരിക്കാം, ചിലപ്പോൾ അമ്മയോട്, പാരൻറ്റിനോട്, ആരോടെങ്കിലും സിസ്റ്റേഴ്സിനോട്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ആയിട്ട് ശരിയാവുന്ന രീതിക്ക്, അതായത് കോംപ്രമൈസ് വരുന്ന പോലെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ബെറ്റർ ആവുന്ന രീതിക്കാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിക്ക്. അതായത് നമ്മൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനും രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് ഇടുന്ന പോലെ, ഓക്കെ, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും ഒരേ എഫേർട്ട് പോലെ കാണുന്നുണ്ട്. അതിനിവിടെ 5 of swords ജസ്റ്റ് അതാ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരും. ഓക്കെ, അതിനിവിടെ 10 of cups ആണ്. സോ ഹാപ്പി ഫാമിലി എന്ന രീതിക്കാണ്. സോ ഇവിടെ ഫാമിലിയാണ് കൂടുതലും. ഓക്കെ, മേ ബി ഫാമിലിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്കൊന്ന് സോൾവ് ആവും. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം. അല്ലെങ്കിൽ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ തന്നെ ഇപ്പോൾ സപ്പോസ് നിങ്ങളാണ് ക്വീൻ ഓഫ് കപ്സ് എനർജി, അതായത് നിങ്ങൾ വളരെയധികം ഗിവിങ് നേച്ചർ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഗിവ് ചെയ്ത്, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചിലപ്പോൾ ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതും ആക്ച്വലി ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു കാരണമായിട്ട് മാറാൻ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ, പക്ഷെ അതിലും നിങ്ങൾക്കൊരു റിസോൾവ് വരുന്നു.
രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, അത് ഇനി വരും എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിപ്പോൾ അഗെയിൻ സ്നേഹമായാലും കെയർ ആയാലും നിങ്ങൾ എഫേർട്ടുകളായാലും നിങ്ങളുടെ സമയം എന്ത് തന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, ബട്ട് അതൊക്കെ തിരിച്ചു വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഐ തിങ്ക് പൈൽ 1 ഞാൻ വേറെ കുറച്ച് ഡെക്ക് കൂടി വെച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഈ ഡെക്ക് കൂടി നോക്കാം. നിങ്ങളുടെ ലൈഫിൽ അടുത്ത ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിൽ, ജൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക നോക്കാം. വേറെ എന്താണ് വരാൻ പോകുന്നത്? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മെസ്സേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റോക്ക്, ട്രീ, കുറച്ച് പേർക്ക് എനിക്കൊരു കാര്യം, ഗാർഡൻ. ഓക്കെ, സി ഇവിടെ കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് ആക്ച്വലി ക്വീൻ ഓഫ് കപ്സ് എനർജിയും പറയുമ്പോൾ നമ്മൾ അമ്മ എന്ന രീതിക്ക് എടുക്കാം. സോ മേ ബി നിങ്ങളൊരു ലേഡീസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ, ബ്രദർ ആരെങ്കിലും ഒക്കെ വീട്ടിലാരെങ്കിലും പ്രഗ്നൻ്റ് ആവുന്ന രീതിക്ക് നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും പ്രഗ്നൻസി അങ്ങനെയും ഉണ്ടാവാം നിങ്ങളുടെ ചുറ്റും. ഓക്കെ, ബട്ട് എനിവേ മീൻസ് നിങ്ങളതിൽ കണക്റ്റഡ് ആയിരിക്കും എങ്ങനെയെങ്കിലും, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ. മീൻസ് നിങ്ങളുടെ ഫാമിലി, ക്ലോസ് ഫാമിലി ആരെങ്കിലും. സോ ഇവിടെ അഗെയിൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യമാണ്. അതായത് സ്റ്റോക്കിൻ്റെ നമ്മൾ പറയും മെസ്സേജ് എന്ന് എടുക്കും, അത് മാത്രമല്ല ഇത് നമ്മൾ ഗുഡ് ന്യൂസ് വരുന്ന രീതിക്ക് എടുക്കും. ഓക്കെ, പ്രത്യേകിച്ചും ഇത് ഒരു നമ്മൾ പറയാറുണ്ട് കുട്ടികളെ കൊണ്ടുവരും എന്ന രീതിക്ക്, സ്റ്റോക്കാണ് കുട്ടികളെ കൊണ്ടുവന്ന് തരിക എന്ന ഒരു ഇത് പറയാറുണ്ട്. സോ ഇവിടെയും അതേ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പ്രഗ്നൻസി ന്യൂസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ അഗെയിൻ 5 ഇത് ട്രീ എന്നുള്ളത്, ഈ ട്രീ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു ലെഗസി ബിൽഡ് ചെയ്യുന്ന കാര്യം, നമ്മൾ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡ് പോലെയാണ്. ഒരു ഫാമിലി, ഫാമിലി നമ്മൾ പറയില്ലേ ജനറേഷൻ, പുതിയ ജനറേഷൻ വരിക, അല്ലെങ്കിൽ നമ്മൾ തലമുറകളായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെയാണ്. സോ ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടി സ്റ്റെബിലിറ്റി വരുന്ന പോലെ. ഓക്കെ, അതായത് അഗെയിൻ ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ ഇവിടെ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈഫ് തന്നെ വളരെ നമ്മൾ പറയില്ലേ, ഇനി മേ ബി ഒരു മാരേജ്, ഓക്കെ, ചിലപ്പോൾ ഒരു മാരേജ് വരുന്ന കാര്യമായിരിക്കാം. സോ മാരേജ്, ഫാമിലി ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഇതൊരു ബിസിനസ്, നിങ്ങളൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് വളരുന്ന രീതിക്ക്, ഓക്കെ, ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഇനി എന്താ പറയുക, നമ്മൾ പറയുക തലമുറകൾ നമ്മൾ റെഡിയാക്കുന്ന പോലെ. എൻ്റെ ഇവിടെ ഗാർഡനാണ്. ഗാർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു അഗെയിൻ ഇതൊരു സെലിബ്രേഷൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് എനിക്കിവിടെ. സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു എന്തോ പറയാൻ വന്നു ഞാൻ, സോറി. നിങ്ങളെന്തെങ്കിലും ആരെങ്കിലുമായിട്ട് മീറ്റിംഗ് വരിക, ഓക്കെ, നിങ്ങളൊരു മീറ്റിംഗ്, നല്ല റൊമാൻറ്റിക് ആയിട്ടൊരു മീറ്റിങ്ങിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒട്ടും ഞാൻ ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ടിടില്ല. സോ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. സോ പൈൽ 1 പല പല കാര്യങ്ങളായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ ഇതിൽ ഏതൊക്കെ വരും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് അതെല്ലാം സോൾവ് ആവും എന്നും കാണുന്നുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി. ഓക്കെ, ഗിൽട്ട്, ഹാർമണി, സെയിം മെസ്സേജ്. ഓക്കെ, സ്ലോയിങ് ഡൗൺ, കറേജ്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുക, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ആയാലും ശരി, പഠിക്കാനായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി. ഓക്കെ, ഇവിടെ ഒരു ധൈര്യം വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയുണ്ട്. ഒരു ഗ്രോത്ത്, വളർച്ച അല്ലേ, അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാം. അതിനിവിടെ സ്ലോയിങ് ഡൗൺ കാണുന്നുണ്ട്. കുറച്ച് മേ ബി നിങ്ങളോട് ഒരു മെസ്സേജ് ആയിരിക്കാം ദാറ്റ് നിങ്ങളൊന്ന് അല്പം എന്താ പറയുക, ഒരുപാട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ട, മെല്ലെ മെല്ലെ ചെയ്യൂ എന്നായിരിക്കാം. കാരണം ഇവിടെ നമ്മുടെ ആമയാണ്. ആമയുടെ കഥയിൽ നമ്മൾ എന്താ പറയുക, സ്ലോ ആയിട്ട് പോയി ജയിക്കും എന്നല്ലേ. സോ അതുപോലെ നിങ്ങളോട് പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. ആൻഡ് ഇവിടെ ഗിൽട്ട് ആൻഡ് ഹാർമണി രണ്ടും കൂടി വന്നിട്ടുണ്ട്. സോ അഗെയിൻ രണ്ടും ഒരേ കാര്യമാണ്. ഇവിടെയും തലയിൽ പിടിച്ചിരിക്കുന്നത്, ഇവിടെയും തലയുടെ മേലെ ആ ഡോൾഫിനാണ്. സോ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ കുറ്റബോധങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവിടാം. ഓക്കെ, കുറ്റബോധം ഐ തിങ്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും ചെയ്ത് തെറ്റാണെങ്കിൽ, മീൻസ് നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം ഉണ്ടെങ്കിലും കിടക്കുന്നുണ്ടാവാം. സോ അതൊക്കെ ഒന്ന് മാറ്റിവിടാം, അല്ലെങ്കിൽ അത് ക്ലിയർ ആവും എന്ന രീതിക്കുമാണ്. മേ ബി നിങ്ങളുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. സോ ആരോടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊക്കെ ഓരോ ഹാർമണി വരും എന്ന് കാണുന്നുണ്ട്. ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഓഫീസ് സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർമണി, പീസ് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും എന്നാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് പൈൽ 1 നമുക്ക് കിട്ടിയ മെസ്സേജസ്. ഞാൻ ഇത് മിക്സപ്പ് ചെയ്യാനാണ് പണി.
ഓക്കെ, നമുക്ക് പൈൽ 2 പോവാം. ഇത് കറക്റ്റായിട്ട് മിക്സപ്പ് ചെയ്തില്ലെങ്കിൽ ഒരേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പൈൽ 2 യെല്ലോ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കാം. നിങ്ങൾക്ക് ജൂണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത് നോക്കാം. പൈൽ 2 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അടുത്ത ജൂൺ വരെ എന്തൊക്കെയാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 2, 10 of swords, Queen of wands, sorry, one more card, 4 of swords. Okay, again Queen of pentacles. Okay, ഇത് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല, ബിക്കോസ് ഷഫ്ലിങ്ങിൻ്റെ ചില സമയത്ത് ഇത്ര ഇതാവില്ല. ഓക്കെ, സോ ലീവ് ഇറ്റ്. ഇവിടെ എനിക്ക് കാണുന്നത് 10 of swords and 4 of swords കാണുന്നുണ്ട്. സി, നിങ്ങൾ വല്ലാതെ ഹേർട്ടായ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോഴത്തെ എനർജി ആയിരിക്കാം, ഇത് മുന്നോട്ട് വരുന്ന എനർജി അല്ല, ഇതിപ്പോഴത്തെ എനർജി. അതായത് നിങ്ങൾ ഒരുപാട് ഹേർട്ടായ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് വേദനിച്ച ചില സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻഡായി പോയി കാണാം. ഓക്കെ, അല്ലെങ്കിൽ ചിലത് എൻഡാവും. ഓക്കെ, സോ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോവും. നിങ്ങളുടെ വേദനകൾ എൻഡാവും എന്നായിരിക്കാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുമെന്നായിരിക്കാം. കാരണം ഇവിടെ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ കൂടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത് ഈ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ കുറെ കൂടി കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, സംഭവിച്ചത് എന്ത് തന്നെയായാലും അതെൻ്റെ തെറ്റല്ല, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വിഷമം, നിങ്ങളുടെ സ്ട്രെസ്സ്, കാര്യങ്ങൾ അതിനെയൊക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ വീണ്ടും റീബിൽഡ് ചെയ്യുന്ന പോലെയാണ്. ലേഡീസ് ആവണമെന്നല്ല, ജെൻസ് ആയാലും ആരായാലും. ഓക്കെ, ആൻഡ് അതിന് വേണ്ടി ഐ തിങ്ക് ഇവിടെ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ എല്ലാത്തിൽ നിന്നും കുറച്ചൊന്ന് മാറി നിൽക്കുമായിരിക്കും. ആക്ച്വലി ഇതും സ്റ്റേബിൾ എനർജി എന്ന് എടുക്കാം നമുക്ക് വേണമെങ്കിൽ. സോ നിങ്ങൾ കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന പോലെ. ഓക്കെ, നിങ്ങൾ ആ ഒരു ഇമോഷൻസ്, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇമോഷൻസ് ആണ് കൂടുതൽ ഇതാവുക അല്ലേ. സോ ഇവിടെ അഗെയിൻ നിങ്ങൾ ഐ തിങ്ക് കുറച്ചൊന്ന് എല്ലാത്തുനിന്നും ഒന്ന് വിട്ടുമാറിയൊക്കെ നിൽക്കും. നിങ്ങൾ ഇനിയൊരു വേദനയ്ക്കുള്ള അവസരം കൊടുക്കില്ല എന്ന രീതിക്ക് പറയാം. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒന്ന് ബ്രേക്ക് എടുത്ത്, ഒന്ന് റെസ്റ്റ് എടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇതൊരു കുറച്ചുകൂടി സ്പെസിഫിക് മെസ്സേജ് ആണെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ എൻഡായി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആൻഡ് അതിനുശേഷം പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡാവും. അത് മീൻസ് നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, വേറെന്താ നിങ്ങൾക്ക്? കിങ് ഓഫ് വൺസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി സ്പെസിഫിക് മെസ്സേജാണ്. ഇവിടെ മറ്റേതിൽ ഫസ്റ്റ് പൈലിൽ കുറേ കൂടി ഡിഫറെൻറ്റ് മെസ്സേജസ് ആയിരുന്നു കിട്ടിയത്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് ആരോ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് ഒരു എൻഡിങ് എന്ന രീതിക്കല്ല തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഇത് റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, മേ ബി നോട്ട് സ്പെസിഫിക്കലി റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല, ബട്ട് എവിടെയോ നിങ്ങൾ ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കാണും. ഓക്കെ, ആ സിറ്റുവേഷൻ ഐ തിങ്ക് നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുക്കുന്ന പോലെയാണ്. നിങ്ങളാണ് ബ്രേക്ക് എടുക്കുന്നത്, പേഴ്സൺ അല്ല. ഓക്കെ, നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഈവൻ ഫാമിലി മെമ്പർ ആയാലും ശരി, ബ്രദർ ആയാലും ശരി, ഫ്രണ്ട് ആയാലും ശരി, ആരായാലും. ഓക്കെ, നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ കാണുന്നില്ല, ആ പേഴ്സണിന് നിങ്ങളൊന്ന് മാറുന്ന പോലെ. കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ചു, അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വല്ലാതെ നിങ്ങളുടെ ട്രസ്റ്റ് കളഞ്ഞു ആ പേഴ്സൺ എന്ന് തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ പേഴ്സൺ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, തിരിച്ച് അവർ വരും ചെയ്യും. ആൻഡ് ഇവിടെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടിന് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പേജ് ഓഫ് വാൻസ് ആണ്. വീണ്ടും ഒരു മെസ്സേജ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, വീണ്ടും ഒരു റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളൊരു തമ്മിലൊരു കോംപ്രമൈസ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് മാത്രമേ നോക്കണ്ടൂ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് മെസ്സേജാണ് വന്നത്. ഇവിടെ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് കൂടുതലും വന്നത്. മേ ബി ഓഫീസിലെ കൊളീഗ് ആയിരിക്കാം, പറയാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, ആക്ച്വലി 4 of wands ഇവിടെ ഉണ്ട്. സോ മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ലൈക്ക് മാരേജ്, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം. നിങ്ങൾ
മാരേജിൻ്റെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ മേ ബി ഒരു മാരേജിലൊരു എൻഡിങ് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഒരു കോംപ്രമൈസിനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, വേറെന്താ വരുന്നത് നോക്കട്ടെ. സെക്കൻഡ് പൈൽ വളരെ സ്പെസിഫിക് ആയിട്ടാണ് നമുക്ക് വന്നത്. സോ ലെറ്റ്സ് ജസ്റ്റിസ് ദേ കണ്ടു. ഓക്കെ, ഒന്നും പറയാനില്ല എനിക്ക്. നിങ്ങളുടെ മാരേജിൻ്റെ കാര്യമായിരിക്കാം ഇവിടെ ഈ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. നിങ്ങളുടെ മാരേജ് അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫിനെ കുറിച്ചായിരിക്കാൻ റീഡിങ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് വരാൻ ലൈക്ക് നിങ്ങളൊരു പ്രപ്പോസൽ വന്നു അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും. ആ പേഴ്സണുമായിട്ട് എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു മാരേജിൻ്റെ കാര്യം, അതായത് നിങ്ങൾ ലീഗലി നിങ്ങൾ ഓൾറെഡി കപ്പിളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഹസ്ബൻഡോ വൈഫോ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇവിടെ ഡൈവേഴ്സ്, കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവിടെ ഐ തിങ്ക് മേ ബി ഒരു നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അത് റീബിൽഡ് ആവാനുള്ള ചാൻസ് ആണ് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലൈക്ക് മാരേജ് ഫിക്സ് ചെയ്തു, പക്ഷെ അത് ആ പേഴ്സണുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമായി എന്നൊക്കെ ആണെങ്കിലും, ഓക്കെ, അതും വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആ പേഴ്സണുമായിട്ട് ഒരു കോംപ്രമൈസ് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആ പേഴ്സണുമായിട്ട് നിങ്ങൾ വീണ്ടും ഒരു ഒത്തുപോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ലീഗലി വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എല്ലാം അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി നിങ്ങൾ മാരേജ് ചെയ്യാനുള്ള സാധ്യതയാണ് എന്ന് പറയാം. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ലീഗലി ഒരു മാരേജ് എന്ന രീതിക്ക് എൻ്റർ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. ജസ്റ്റിസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ എൻ്റെ ഇതും ഫാമിലി കാർഡാണ് എല്ലാം വന്നിരിക്കുന്നത്. കൂടുതലും എനിക്ക് ഫാമിലി കാർഡ്സാണ് കിട്ടുന്നത്. ഒരു മാരേജ്, ലീഗൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. സോ ഇവിടെ ഒന്നുമില്ലെങ്കിൽ പേഴ്സണുമായിട്ട് നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങളൊരു മുന്നോട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പാണ്, ഫ്രണ്ടാണ്, ഓക്കെ, ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആണെങ്കിലും അതും സോൾവ് ആയിട്ട് വരുന്ന രീതിക്കാണ്. ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ്. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഞാനിവിടെ വെച്ചേക്കാം. ഇതാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. വിട്ടുപോയ ആൾ തിരിച്ചു വരും, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ഞാൻ ഓക്കെ ഈ ഡെക്ക് കൂടി നോക്കാം. സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടാണ് മെസ്സേജ് വന്നത്. ഓക്കെ, നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ആയിരിക്കും. സോ ഐ ഹോപ്പ് എല്ലാ കാർഡ്സും എനിക്ക് മറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അഗെയിൻ മാരേജ് മാത്രം ആവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആരും ആവാം, ഫ്രണ്ട് ആവാം. ഓക്കെ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും വഴക്കുള്ളവരുമായിട്ട് വീണ്ടും കോംപ്രമൈസ് അങ്ങനെ എടുത്തോളൂ പ്ലീസ്. ഓക്കെ, ഞാൻ സോറി എനിക്കിന്ന് ഓക്കെ ഇത് ബ്രിഡ്ജാണ്, ബെയർ ആൻഡ് മാസ്ക് എന്ന രീതിക്ക് മാസ്കാണ് ഇത്. പിപ്പ്. ഓക്കെ, ഇതായിരുന്നു നേരത്തെ ഇവിടെ ആദ്യം തന്നെ ചാടി വീണ കാർഡ്. എനിക്ക് അപ്പം തന്നെ തോന്നിയതാണ് ഓക്കെ ഇത് വരും എന്ന്. യെസ്, ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു മെയിൻ പേഴ്സൺ, അതിപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒരു അട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ്, നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരും ആവാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാന വ്യക്തി, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആവും എന്ന് തന്നെയാണ്. വീണ്ടും അതേ മെസ്സേജാണ് വരുന്നത് ഇവിടെ. വിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ നമ്മൾ തുടച്ച് എന്താ പറയുക പ്രശ്നങ്ങളെയൊക്കെ അടിച്ച് തെളിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറയില്ലേ, ആ രീതിക്കാണ്. ഓക്കെ, ബ്രൂം ആൻഡ് വിപ്പാണിത്. നമ്മൾ എന്ന് വെച്ചാൽ അടിച്ച് വാരി തട്ടിക്കളയുക എന്ന് പറയില്ലേ, സോ ആ രീതിക്ക് എടുക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു റീസ്റ്റാർട്ട് പറ്റും, ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. എൻ്റെ ഇവിടെ ബ്രിഡ്ജാണ്. സോ യെസ്, നിങ്ങൾക്ക് ഒരു നമ്മൾ പറയില്ല തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ആവുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ ഇനി അടുപ്പം വരും എന്നാണ് കാണിക്കുന്നത്. എൻ്റെ ഇവിടെ ബെയർ ഉണ്ട്. സോ ബെയർ എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ഒരു ഇതായിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ ആക്ച്വലി എവിടെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല ഈവൻ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നെടുത്തോളൂ. ഇവിടെ എവിടെയോ നിങ്ങൾക്ക് പേടിക്കുന്ന തരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, കാര്യങ്ങൾ നിങ്ങളുടെ ക്ലിയർ ആയിട്ട് വരും എന്നാണ്. ആൻഡ് ഇവിടെ ഫോർ ദ മാസ്ക് അല്ലെങ്കിൽ നമ്മൾ ചോയ്സസ് എന്ന രീതിക്ക് പറയാം, അതായത് രണ്ട് മുഖം എന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഓക്കെ, മേ ബി തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന രീതിക്കായിരിക്കാം. ബട്ട് അതെല്ലാം ക്ലിയർ ആയിട്ട് വരും എന്നാണ് നമുക്ക് മെയിൻ മെസ്സേജ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഡെക്കുന്നുകൂടി നിങ്ങൾക്ക് മെസ്സേജ് എടുക്കാം. Experiencing inner voice, exhaustion and sharing, celebration, abundance എന്ന രീതിക്കാണ് കേട്ടോ.
ഓക്കെ, ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ഫൈറ്റ് ചെയ്ത് തളർന്നു കാണും. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങൾ ആ വേദന അനുഭവിച്ചിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് തളർന്നു കാണാം. ഓക്കെ, അതാണ് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നിങ്ങൾ എല്ലാത്തുനിന്നും ഒന്ന് മാറി നിൽക്കുന്നു, നിങ്ങൾക്കൊന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, നിങ്ങൾ ഒന്നിലും ഇൻവോൾവ് ആവുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു റെസ്റ്റ് മാറി നിൽക്കുന്ന പോലെയാണ്. സോ ഇവിടെ അതിനെ പറയും നിങ്ങൾ ഇതാണ് എക്സോഷൻ, നിങ്ങൾ വളരെയധികം ടയേർഡായ പോലെ. ഓക്കെ, പക്ഷേ ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ വരുന്നത്. ഇവിടെ എക്സ്പീരിയൻസിങ് പറയുന്നുണ്ട്. അതായത് നിങ്ങളെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ചിലത് അതിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് എന്ന രീതിക്ക് അതിനെ നോക്കിക്കാണാം. ആ പേഴ്സൺ എന്നെ വേദനിപ്പിച്ചു, ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയരുത്. നിങ്ങൾ ചിന്തിക്കുക, അതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത് എന്ന് ചിന്തിക്കാം. ഓക്കെ, ആൻഡ് ഇനി ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സപ്പോസ് തിരിച്ചു വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് മുമ്പ് സംഭവിച്ച പോലെ ഇനി സംഭവിക്കരുത് എന്ന്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ പാഠങ്ങൾ പഠിച്ച് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എക്സ്പീരിയൻസസ് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് കിട്ടി എന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇന്നർ വോയിസ് ആക്ച്വലി നിങ്ങളോട് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചൊക്കെ മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഷെയറിംഗ് എന്ന് കാണുന്നുണ്ട്, അബൻഡൻസ് കാണുന്നുണ്ട്. സോ എവിടെയോ വീണ്ടും നിങ്ങൾക്കൊരു സന്തോഷം വരുന്നതായിട്ട്, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അത് മെയിൻലി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇത് ഈ ഒരു പൈൽ കിട്ടിയത്. സോ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, ഓക്കെ, അതിൽ വീണ്ടും ഒരു നല്ല സമയം, നല്ല കാലം നിങ്ങൾക്ക് വരുന്നു എന്ന് പറയാം. ഓക്കെ, സോ മെയിൻലി ആ മെസ്സേജാണ് സെക്കൻഡ് പൈൽക്കാർക്ക്. നമുക്കിനി തേർഡ് പൈലിലേക്ക് പോകാം. ഓക്കെ, സോറി, ഞാൻ കുറച്ച് ഡിലേ ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഫോർവേഡ് ചെയ്തോളൂ. 2 പൈൽ വെച്ചാൽ മതിയായിരുന്നു, ബട്ട് എന്തോ. ഓക്കെ, തേർഡ് പൈൽ ബ്ലാക്ക് ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, ബ്ലാക്ക് ഓക്കെ, തേർഡ് പൈൽ നമ്മുടെ ബ്ലാക്ക് സ്പിന്നർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് നോക്കാം. തേർഡ് പൈൽക്കാർക്ക് നിങ്ങളുടെ നെക്സ്റ്റ് 6 months നിങ്ങൾക്ക് എന്താണ്, ജൂണിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓക്കെ 6 of Cups, 2 of Pentacles, Judgment. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ്, ന്യൂ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. മേ ബി, പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, ഒരു പുതിയ പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യത, ഒരു പുതിയ ഫ്രണ്ട്, ഒരു പുതിയ ലൈക്ക് ഫ്രണ്ട് ആവാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാവാം, എന്തും ആവാം. അല്ലെങ്കിൽ ഒരു ഓഫർ കിട്ടുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്കൊരു ഓഫർ വരാനുള്ള സാധ്യത. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ തരും, എന്നിട്ട് നമുക്ക് ഇന്ന എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ ഓഫർ, എന്ത് കാര്യമായാലും. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു ഓഫർ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരുന്നു, രണ്ടും എടുക്കാം. ബട്ട് അതിൽ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, ദറ്റ് ഇത് നല്ലതാണോ അതോ അല്ലേ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓഫർ ആവാം, ഓക്കെ, ഒരു പേഴ്സൻ്റെ ഓഫർ ആവാം, റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ആവാം, ജോലിയുടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും തരുന്ന രീതിക്ക്. പക്ഷേ അത് നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ ഒരു ഡൗട്ടുണ്ട്. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡും ഉണ്ട്. സോ എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സംശയം, ദറ്റ് ഇത് ശരിയാവോ ഇല്ലേ, എന്തോ ഇതിലൊരു ശരിയല്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്ന പോലെ. നോക്കാം വേറെന്താ മെസ്സേജസ് വരുന്നതെന്ന്. Eight of Wands, 10 of Wands, ഡെത്ത്, അഗെയിൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ഫ്രണ്ട്, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ഫ്രണ്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു ഓഫർ വരാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ നിങ്ങൾ പ്ലാൻ ഇടുന്ന കാര്യം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ഈ ജഡ്ജ്മെൻറ്റും ഡെത്തും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് പറയുന്നത് ഇവിടെ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എന്നാണ്. ഓക്കെ, കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരു ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ്.
അപ്പോൾ ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളിതുപോലെ ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നല്ലോണം ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇത് പെട്ടെന്ന് വരും, ചിലപ്പോൾ സ്പീഡിലായിരിക്കും വരിക. നിങ്ങൾ ലൈക്ക് നമ്മൾ ആലോചിക്കാൻ കൂടി ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചു, ഓക്കെ, നിങ്ങളോട് പറഞ്ഞു, ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിലായാലും ശരി, നിങ്ങൾക്ക് ആ ഒരു ഓഫർ വന്നിട്ട് അത് പിന്നെ അവർ സ്പീഡായിട്ട് അത് ചിലപ്പോൾ വീണ്ടും വീണ്ടും അതിനെ ഫോളോ അപ്പ് ചെയ്യുക, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചോദിക്കുക, പറയുക. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ശരി ഓക്കെ എന്ന് പറഞ്ഞു കളയും. ഓക്കെ, നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല, ഓക്കെ പോട്ടെ എടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലേ പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലേ, ഓക്കെ ഒന്ന് ശ്രമിക്കാം എന്നൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയാണ്. ചിലപ്പം മറ്റേ പേഴ്സൺ ചിലപ്പോൾ അതിന് വേണ്ട എഫേർട്ട് ഇട്ടു എന്ന് വരില്ല. ഓക്കെ, നിങ്ങളുടെ മേലെ മാത്രമായി മാറാം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഭാരങ്ങൾ നിങ്ങളുടെ ചുമലിൽ വന്ന് പെടുന്ന പോലെ ആവും ചിലപ്പോൾ. ഓക്കെ, അതിനിവിടെ ഡെത്ത് കാണുന്നുണ്ട്. സോ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. എന്തുകൊണ്ടോ ഇത് നിങ്ങൾക്കൊരു ചെറിയ നോക്കാം, ഒരിക്കൽ കൂടി കുറച്ച് മെസ്സേജ് കൂടി നോക്കാം. ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ അല്ലേ? എന്തായാലും ഞാൻ കാർഡ് മറിക്കണം. ഓക്കെ, 8 ഓഫ് സോറി ഇല്ല, സോറി, സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക ഈ കാര്യം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, കാരണം ഇത് നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഇത് ചില കാര്യങ്ങൾ ഇതിൽ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. അതായത് ഓക്കെ, ഇനി ഞാൻ പറയുന്ന രീതി മാറ്റാം കുറച്ച്. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഓക്കെ ഒരു ബന്ധമാണെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു ഓഫർ പറയാം. ഇപ്പോൾ ലവർ കാർഡും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ലവേഴ്സ് മാത്രമല്ല, ഇത് ചോയ്സ് കൂടിയാണ്. നമ്മൾ തീരുമാനം എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 ചോയ്സ് എന്ന് പറയും നമ്മൾ. സോ ഇവിടെ നിങ്ങൾക്കൊരു ഓഫർ വന്നാൽ നിങ്ങൾക്ക് അഗെയിൻ 2 ഓഫ് പെൻറ്റിക്കിൾസും ലവേഴ്സും ഒക്കെ നമുക്ക് സിമിലർ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ദറ്റ് ഇത് നടക്കുമോ നടക്കില്ലേ, ശരിയാണോ അല്ലേ എന്ന രീതിക്ക്. ആൻഡ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇവിടെ പല കാര്യങ്ങളും ക്ലിയർ അല്ല, നിങ്ങളുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. മേ ബി അവർ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ തുറന്ന് പറയില്ല. അപ്പോൾ ജോലിയുടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ തുറന്ന് പറയില്ല. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയും, പക്ഷെ ബാക്കി എന്ത് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ എന്തൊക്കെയോ ഒരു ഹിഡൻ സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ അഗെയിൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ബിക്കോസ് ഇതിവിടെ നിങ്ങൾ പെട്ടുപോകുന്നൊരു ഫീലിംഗും എനിക്ക് കാണുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് നോ പറയാൻ സാധ്യതയില്ല, മീൻസ് ഒരു ചാൻസ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. സോ ഇതൊരു വാർണിംഗ് ആയിട്ട് എടുത്തോളൂ. നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം അവസരം എടുക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ച്വലി ഇത് നോ പറയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നോ പറയാൻ ആൻഡ് ഇതിൽ നിന്ന് വിട്ടുമാറി പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതല്ല, നിങ്ങൾക്ക് വേണ്ടി വേറെ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെയിൻ മെസ്സേജ് എനിക്ക് ഇന്ന് അതാണ് തോന്നുന്നത്. അതായത് നിങ്ങളോട് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ വരും. ഓക്കെ, അതൊരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിനാണെങ്കിലും ശരി, നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആരായാലും ശരി. ഓക്കെ, എവിടെന്നെങ്കിലും ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ദറ്റ് അത് നല്ലതായിരിക്കും എന്ന് തോന്നാം. പക്ഷെ എവിടെയോ അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വരും എന്നൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളിത് ആ ഓഫർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയാണ്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാം, പിന്നീട് ബുദ്ധിമുട്ടിന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് ഇപ്പോൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം. ജോലിയുടെ ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ ജോലി അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെയൊക്കെ ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ജോലിയുടെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം എല്ലാം വായിച്ച ശേഷം മാത്രം അതിന് അഗ്രി ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പിന്നെ നമുക്ക് ചൂഴ്ന്ന് നോക്കാൻ സാധിക്കില്ല. ബട്ട് എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് മാത്രം യെസ് പറയാം. ഓക്കെ, അതിനെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ ക്ലാരിറ്റിയോടെ മാത്രം വന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറയാൻ നിങ്ങൾ മടിക്കരുത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതും നല്ല സ്പെസിഫിക് ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് പൈലായിരുന്നു ഭയങ്കര കുറേ മെസ്സേജസ് വന്നത്. ഓക്കെ, ഇത് തേർഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് വേറെ എന്താ മെസ്സേജ് എന്ന് നോക്കാം. കീ ആൻഡ് കേജ് വെപ്പ് വീണ്ടും വന്നു. ഓക്കെ, ആൻഡ് മേസ്. സൂക്ഷിക്കൂ കുട്ടികളെ. സോറി ഞാനിങ്ങനെ തനിയെ ഇരുന്ന് ഇവിടെ സംസാരിക്കല്ലേ, അതാണ് ഇങ്ങനെ ഇതായി പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അഗെയിൻ ഈ കേജ് കണ്ടതും എനിക്ക് ഈ ഒരു കാർഡുമായിട്ട് റിലേറ്റഡ് തോന്നി. ശരിക്കും അങ്ങനെയല്ല, ബട്ട് എന്നാലും ഓക്കെ എവിടെ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഇതിലും ഇങ്ങനെ കേജാണ്, കൂട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഓക്കെ, സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. കീ ഉണ്ട്, കിട്ടും, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും എന്തായാലും. അങ്ങനെ പെട്ടുപോയാലും ഓക്കെ, അവിടെ ഇതാവൊന്നുമില്ല, നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, നമുക്ക് കുറച്ച് പണിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പണിയുണ്ടാവും. സോ അതാണ് ഇവിടെ നമ്മൾ ഈ മെയ്സ് നിന്ന് പുറത്ത് വരണ പോലെ ആയിരിക്കും. ഈ ഒരു മെയ്സ് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരാനുള്ള വഴി കണ്ടുപിടിക്കണം. സോ ഇതിന് കുറച്ച് സമയം എടുക്കും അല്ലേ, എളുപ്പം പറ്റും, പുറത്ത് വരാൻ പറ്റായല്ല, ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാം. പക്ഷെ അതിനുള്ള സമയം എടുക്കും. പിന്നെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എഫേർട്ടും എനർജിയും ഒക്കെ കുറച്ച് പോയിന്ന് വരും. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ വിപ്പ് ആൻഡ് ബ്രൂമാണ് വന്നിരിക്കുന്നത്. ചൂലും നമ്മുടെ ചൂലിൻ്റെ കാര്യമാണിത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യുക എന്ന രീതിക്കാണ്. സോ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും, കിട്ടായല്ല. ഓക്കെ, നിങ്ങളിപ്പോൾ സപ്പോസ് ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ആലോചിച്ച് നിങ്ങൾ നല്ലോണം എല്ലാം വായിച്ച് മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, ചോദിച്ച് മനസ്സിലാക്കി ഒക്കെ മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഈവൻ അത് നിങ്ങളുടെ മുമ്പിൽ അതൊരു നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കൺഫ്യൂഷനായി പോകുന്നു എന്നുണ്ടെങ്കിലും ഓക്കെ, പിന്നീട് അത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊന്ന് സൊല്യൂഷൻ കിട്ടും അതിൻ്റെ. ഓക്കെ, പക്ഷേ കുറച്ചൊന്ന് സ്ട്രഗ്ലിങ് നിങ്ങൾക്ക് തോന്നാം, ദാറ്റ് കൺഫ്യൂഷനായി പോകുന്നു, എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല, കുറച്ച് ഐ തിങ്ക് മൈൻഡ്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇതിലൂടെ കുറച്ച് മെസ്സേജ് നോക്കാം. Pile 3, we are the world, guidance, ആരുടെയും ഹെൽപ്പ് എടുക്കേണ്ടി വരും. മൊമെൻറ്റ്. ഓക്കെ, പ്രൊജക്ഷൻസ് ആൻഡ് ചേഞ്ച്. അഗൈൻ ഇത് കണ്ടു, എല്ലാ കാർഡ്സും നോക്കൂ, എത്രയാണെന്ന് നോക്കൂ, നമുക്ക് ആ ഇൻഡിക്കേഷൻ വരുന്നത് സിമിലർ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഇതും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയില്ലേ, നമ്മുടെ 2 of Cups 6 of Cupsൻ്റെ എനർജി പോലെയില്ലേ. ഓക്കെ, സോ അഗൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് മാറ്റങ്ങൾ വരും എന്നാണ്. ഓക്കെ, എനിവേ അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ വി ആർ ദ വേൾഡ് ഗൈഡൻസ്. ഓക്കെ, സി നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ആരെങ്കിലും ഗൈഡൻസ് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓഫർ വന്നു, ഒരു പേഴ്സൺ വന്നു, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കംപ്ലീഷൻ എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ സൈക്കിൾസ് എന്ന രീതിക്ക് എടുക്കാം. സോ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവാതെ ശ്രദ്ധിക്കണം. കാരണം ജഡ്ജ്മെൻറ്റും നമ്മൾ പറയുന്ന പാസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ സംഭവിച്ചു കാണും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടന്നു കാണും. അതുപോലെ വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇത് പാസ്റ്റിൻ്റെ ഒരു കാര്യം തിരിച്ചു വരുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്തു. സോ മേ ബി നിങ്ങളെ യൂണിവേഴ്സ് പരീക്ഷിക്കുന്നതായിരിക്കാം. എന്നിട്ട് നിങ്ങൾ വീണ്ടും പഴയ പോലെ ട്രസ്റ്റ് ചെയ്യുമോ, കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യുമോ, അതോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമോ, നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യുമോ എന്നൊക്കെ നോക്കുന്നതായിരിക്കാം. നിങ്ങൾ എത്രത്തോളം ഗ്രോ ചെയ്തു എന്ന് നോക്കുന്നതായിരിക്കാം. സോ സൈക്കിൾസ് വീണ്ടും റിപ്പീറ്റ് ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനിവിടെ മൊമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളോട് ലൈക്ക് കുറച്ചൊക്കെ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വെക്കുക എന്നാണ് എനിക്കിവിടെ പറയാൻ തോന്നിയത്. ഓക്കെ, മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മൊമെൻറ്റും നല്ല രീതിക്ക് ജീവിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കാല് വെക്കുന്നത്, എനിക്ക് ആ ഒരു പോയിൻ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാൽവെപ്പും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നാണ്. ഓക്കെ, കാരണം നിങ്ങൾ എന്തെങ്കിലും കുഴി പോയി ചാടാതിരിക്കാനും നിങ്ങൾ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ട് എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ വായിച്ച്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നന്നായി മനസ്സിലാക്കി ഒക്കെ മാത്രം ചില കാര്യങ്ങളിൽ നിങ്ങൾ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ അതാണ് തേർഡ് പൈൽക്കാർക്കുള്ള മെസ്സേജ്. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.